10 ബാറുകൾക്ക് ലൈസൻസ് പുതുക്കി നൽകണമെന്ന ഉത്തരവ് 5 ദിവസത്തിനകം നടപ്പാക്കാൻ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. ഉത്തരവ് നടപ്പാക്കാൻ കൂടുതൽ സമയം വേണമെന്ന അഡ്വക്കേറ്റ് ജനറലിന്റെ ആവശ്യം കോടതി തള്ളി. ലൈസൻസ് പുതുക്കി നൽകാനുള്ള ഉത്തരവ് പാലിച്ചില്ലെങ്കിൽ നികുതി സെക്രട്ടറിയെയും എക്സൈസ് കമ്മീഷണറെയും വിളിച്ചു വരുത്തുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ 2 മന്ത്രിസഭാ യോഗങ്ങളിലേക്ക് ഫയൽ അയച്ചെങ്കിലും സർക്കാർ തീരുമാനമെടുത്തില്ലെന്ന് എക്സൈസ് കമ്മീഷണർ കോടതിയെ രേഖാമൂലം അറിയിച്ചു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി നടപ്പാക്കാൻ 10 ദിവസത്തെ സാവകാശം വേണമെന്ന് അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണി കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ ഇനിയും സമയം അനുവദിക്കാൻ കഴിയില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. 10 ബാറുകളുടെ ലൈസൻസ് പുതുക്കി നൽകാനുള്ള ഉത്തരവ് 5 ദിവസത്തിനകം പാലിക്കാൻ കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. ഉത്തരവ് നടപ്പാക്കി കോടതിക്ക് റിപ്പോർട്ട് നൽകണം. അല്ലെങ്കിൽ ജനുവരി 5-ന് എക്സൈസ് കമ്മീഷണറെയും നികുതി സെക്രട്ടറിയെയും വിളിച്ചു വരുത്തുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. തനിക്കു മാത്രമായി തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് എക്സൈസ് കമ്മീഷണർ കോടതിയെ അറിയിച്ചു. തീരുമാനമെടുക്കേണ്ടത് മന്ത്രിസഭയാണ്. സർക്കാരിന്റെ നയപരമായ തീരുമാനമായതിനാൽ മന്ത്രിസഭയ്ക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂവെന്നും എക്സൈസ് കമ്മീഷണർ അറിയിച്ചു. 17, 18 തീയതികളിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലേക്ക് ഫയലുകൾ അയച്ചിരുന്നു. എന്നാൽ തീരുമാനമുണ്ടായില്ലെന്നും എക്സൈസ് കമ്മീഷണർ രേഖാമൂലം ഹൈക്കോടതി അറിയിച്ചു. എന്നാൽ എക്സൈസ് കമ്മീഷണറുടെ നടപടി കോടതിയെ ലക്ഷ്യമാണെന്ന് ബാറുടമകൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടി. കോടതി ഉത്തരവ് മറികടക്കാൻ ശ്രമിക്കുകയാണെന്നും ബാറുടമകൾ ആരോപിച്ചു. എക്സൈസ് കമ്മീഷണറും നികുതി സെക്രട്ടറിയും കോടതിയിൽ ഹാജരായിരുന്നു. ജസ്റ്റിസ് AV രാമകൃഷ്ണപിള്ളയാണ് ഹർജി പരിഗണിച്ചത്. 10 ബാറുകളുടെ ലൈസൻസ് പുതുക്കി നൽകാനുള്ള ഹൈക്കോടതി ഉത്തരവ് പാലിക്കാതിരുന്നാൽ കോടതിയെ ലക്ഷ്യമാകുമെന്ന് അഡ്വക്കേറ്റ് ജനറൽ നേരത്തെ നിയമോപദേശം നൽകിയിരുന്നു. റിപ്പോർട്ടർ, കൊച്ചി.